നമസ്കാരം. വൈകുണ്ഠത്തിൽ ശ്രീഹരിയെ കണ്ട് ശ്രീഹരി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ ദേവന്മാർ അവിടെ നിന്ന് മടങ്ങി. വൈകുണ്ഠത്തിൽ ശ്രീഹരിയുടെ അടുത്ത് മഹാദേവനും ബ്രഹ്മദേവനും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ത്രിമൂർത്തികളുടെ ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന് ദേവന്മാർക്കറിയാമായിരുന്നു. അത് ദേവന്മാർ വളരെ സന്തുഷ്ടരായിരുന്നു. അങ്ങനെ അവിടെ ത്രിമൂർത്തികളുടെ തീരുമാനപ്രകാരം ഉണ്ടായ നടപടിയാണ് ഭൂതലത്തിൽ കോസല രാജ്യം അയോധ്യയിൽ ദശരഥൻ്റെ പുത്രനായി ശ്രീഹരി ജനിക്കുക എന്നുള്ളത്. പുത്ര ദുഃഖത്താൽ വളരെ വിഷമിച്ച് കഴിയുന്ന ഒരാളായിരുന്നു ദശരഥ മഹാരാജാവ്. മഹാരാജാവല്ല, വാസ്തവത്തിൽ ചക്രവർത്തിയാണ്. നിരവധി അംഗരാജ്യങ്ങൾ ആ രാജ്യത്തോടൊപ്പമുണ്ട്. കോസലരാജ്യം സ്വർഗത്തെക്കാൾ മനോഹരമായ നിലയിലാണ് അന്ന് പരിപാലിക്കപ്പെട്ടു പോന്നിരുന്നത്. അവിടുത്തെ പൗരസമൂഹത്തെ, ഓരോ ആളുകളെയും തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ എന്നതുപോലെയാണ് ദശരഥ മഹാരാജാവ് അവരെ നോക്കിപ്പോകുന്നത്. ദശരഥ മഹാരാജാവ്, ദശരഥ ചക്രവർത്തി, അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം തനിക്ക് പുത്രന്മാരില്ല എന്നുള്ള ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ദശരഥ മഹാരാജാവ് ഇതിനായി എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്താൻ പറ്റുമോ ആ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ദശരഥ മഹാരാജാവിൻ്റെ ജീവിതം തന്നെ ഒരു അനാഥത്വം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. സൂര്യവംശത്തിൽ പിറന്ന ദശരഥ മഹാരാജാവ്, അജൻ്റെ പുത്രനായി ജനിച്ച ദശരഥ മഹാരാജാവ് തൻ്റെ 8-ാം മാസത്തിൽ അച്ഛനും അമ്മയും വിട്ടുപോവുകയുണ്ടായി. അമ്മ ഇന്ദുമതി ഒരു ശാപത്താലാണ് ഭൂതലത്തിൽ ജനിച്ച് വളർന്നത്. അപ്പം ഇന്ദുമതി അജ രാജാവുമായി, അതായത് ദശരഥൻ്റെ പിതാവുമായി ഇങ്ങനെ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ആകാശമാർഗെ പോവുകയായിരുന്ന നാരദൻ്റെ വീണയിൽ നിന്നും ഒരു ഹാരം താഴേക്ക് വീണു. ആ വീണഹാരം ഇന്ദുമതിയുടെ കഴുത്തിലാണ് പതിച്ചത്. ഒരു ശാപത്താൽ മനുഷ്യ സ്ത്രീയായി മാറിയ ഇന്ദുമതി ശാപമോക്ഷം കിട്ടി. അപ്പോൾ തന്നെ ശരീരം വെടിഞ്ഞു സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ ഇത് കണ്ട് വേദന കൊണ്ട് അജൻ ആ ഹാരം താൻ എടുത്തിട്ട് നോക്കി, തനിക്കും മരിക്കണമെന്ന് വെച്ചു. പക്ഷെ മരിക്കാത്തത് കൊണ്ട് അജൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞിന് 8 മാസമാണ് പ്രായം. വസിഷ്ഠമുനിയാണ് കുലഗുരു. ഈ കുലഗുരു ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്താം? അപ്പോൾ അവരുടെ മന്ത്രിയാണ് സുമന്ത്രർ. സുമന്ത്രരെ ഏൽപ്പിച്ചു. അങ്ങനെ സുമന്ത്രരാണ് ദശരഥനെ വളർത്തിക്കൊണ്ടുവന്നത്. നേമി എന്നാണ് പേര്, ദശരഥൻ എന്ന് അല്ല പേര്. നേമി എന്ന കുട്ടിയാണ്. നേമി എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു? നേമി വളർന്നു, വളരെ മിടുക്കനായി ആണ് വളർന്നത്. എല്ലാ യുദ്ധകലകളിലും നിപുണനായി മികച്ച പോരാളിയായി വളർന്നു വന്നു.
എല്ലാ തന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാ വിദ്യയും അഭ്യസിച്ച മഹാമിടുക്കൻ ഈ ലോകത്തും പരലോകത്തും ഉള്ള ഏതൊരാളിനേക്കാളും ഏതൊരു വ്യക്തിയേക്കാളും മികച്ച ഒരു പ്രതിഭയായി നേമി വളർന്നു വന്നു. അപ്പം നേമി വളർന്നു വന്ന സമയത്ത് ആണ് ഒരിക്കൽ ദേവലോകത്ത് ദേവേന്ദ്രൻ ആക്രമിക്കപ്പെട്ടു. ശംഭരൻ എന്നൊരു അസുരൻ ദേവലോകം ആക്രമിച്ചു. അപ്പം എപ്പോഴും ദേവലോകമാണ് എപ്പോഴും ത്രട്ടുള്ള സ്ഥലം. ദേവലോകത്താണ് ഈ അസുരന്മാരും രാക്ഷസരും ഒക്കെ കടന്നു ചെന്ന് ആക്രമണം നടത്തുന്നത്. അപ്പം ശംഭരൻ ആക്രമിച്ചു. ശംഭരൻ വളരെ ഭീകരനായ ഒരു അസുരനാണ്. ശംഭരൻ്റെ കയ്യിൽ ധാരാളം ജാലവിദ്യകളും വിവിധങ്ങളായ അഭ്യാസ പ്രകടനങ്ങളുമുള്ള ഒരു മഹാ അസുരനാണ് ശംഭരൻ. അപ്പോൾ ഈ ശംഭരൻ്റെ ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും ദേവേന്ദ്രൻ തോറ്റുപോകും എന്നറിയാം. അപ്പോൾ സഹായത്തിനായി ദേവേന്ദ്രൻ ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു നേമിയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നേമിയെ വിളിച്ചു. അപ്പം നേമി ദേവേന്ദ്രനെ സഹായിക്കുവാനായി സ്വർഗത്തെത്തി യുദ്ധം ആരംഭിച്ചു. ശംഭരനുമായി ശക്തമായ പോരാട്ടം. ശംഭരം ഇതിനിടയിൽ 10 രൂപങ്ങളെടുത്ത് 10 ഭാഗത്ത് നിന്ന് ഒരേ സമയം ആക്രമിക്കാൻ തുടങ്ങി. ഈ 10 രൂപങ്ങളെടുത്ത് 10 സ്ഥലത്ത് നിന്ന് ഒരേ സമയം ആക്രമിക്കാൻ തുടങ്ങിയ ഇടങ്ങളിലേക്ക് അതിവേഗം 10 സ്ഥലങ്ങളിലേക്കും രഥം തെളിയിച്ചുകൊണ്ട് നേമി ശംഭരനെ തകർത്തു. ഒരേ സമയം 10 ഇടങ്ങളിലേക്കും 10 രൂപത്തെയും തകർത്തുകൊണ്ട് രഥം തെളിയിച്ച് ശംഭരനെ വധിച്ച് തകർത്ത നേമി അന്ന് മുതൽ ദശരഥനായി. ഒരേ സ്ഥലത്തേക്ക് 10 അന്ന് മുതൽ ദശരഥനായി. അപ്പം ദശരഥൻ്റെ കഴിവിനെ എല്ലാവരും പ്രകീർത്തിച്ചു. പുതിയ പേര് കിട്ടി, ദശരഥൻ. എല്ലാവരും ദശരഥൻ വള്ളം മിടുക്കനാണ്. അപ്പം ദശരഥൻ രാജാവായി ചക്രവർത്തിയായി ഇങ്ങനെ വാഴുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അംഗരാജ്യമാണ് കൗസല്യയുടെ പിതാവിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ധാരാളം അംഗരാജ്യങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് കൗസല രാജ്യം. അപ്പോൾ ഈ അംഗരാജ്യങ്ങൾ കപ്പം കൊടുക്കും, വരുമാനത്തിൻ്റെ ചില ഭാഗം ഷെയർ ചെയ്യും, ഇതൊക്കെ ചെയ്യും. അപ്പം അക്കൂട്ടത്തിൽ ഒരു രാജ്യമായിരുന്നു കൗസല്യയുടെ പിതാവിൻ്റേത്. അവർ രഘുവംശവുമായി ബന്ധമുള്ള ആളാണ്, കസിൻസ് ആയിരുന്നു. അപ്പം അദ്ദേഹം ഇവിടെ ദശരഥനെ കാണാൻ വരുമ്പോൾ കൗസല്യം കൂട്ടി വരുമായിരുന്നു. അപ്പോൾ കൗസല്യ വളരെ മനോഹരിയായ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. വളരെ അടുക്കവും ഒതുക്കമുള്ള സ്ത്രീ എന്ന് പറയാം. വളരെ ശാലിന്യസുന്ദരിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ കൗസല്യയോട് ദശരഥനൊരു അടുപ്പം തോന്നി. അപ്പോൾ ദശരഥൻ ഈ കാര്യം കൗസല്യയുടെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് കൗസല്യ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന്. അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ ജ്യോതിഷ കാര്യങ്ങളും എല്ലാ പ്രമാണങ്ങളും ഒത്തുനോക്കണമല്ലോ. അപ്പോൾ അത് ഒത്തുനോക്കാൻ തീരുമാനിച്ച് കണ്ടത് ഇവർ വിവാഹിതരായാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വികലാംഗരായി പോകും. ഇവർ ബന്ധുക്കളായതുകൊണ്ട്, രക്തബന്ധമുള്ളവരായതുകൊണ്ട് ഇവർക്ക് വിവാഹിതരാകാൻ പാടില്ല എന്നുള്ളതാണ് ജ്യോതിഷികൾ കൽപ്പിച്ച കാര്യം. അപ്പോൾ സ്വാഭാവികമായും വിവാഹം നടന്നില്ല, അവരങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇതിനിടയിലാണ് ഈ രാവണൻ ഇങ്ങനെ കൈലാസത്തിലും ബ്രഹ്മലോകത്തുമൊക്കെ ഇങ്ങനെ വിജയശ്രീ ലാളിതനായി നടക്കുന്ന എല്ലായിടത്തും ഇവരുടെ എല്ലാ അനുഗ്രഹാശസ്സുകളോടുകൂടി വളരെ കരുത്തനായി നടക്കുന്ന ആളാണല്ലോ. രാവണൻ കൈലാസത്ത് പോയിട്ട് മടങ്ങി വരവേ ബ്രഹ്മലോകത്ത് പോയി. ബ്രഹ്മലോകത്ത് ചെന്നപ്പോൾ ബ്രഹ്മദേവൻ രാവണനോട് പറഞ്ഞു, ഞാനൊരു ദേവരഹസ്യം പറയാം.
ദേവരഹസ്യം സാധാരണ പുറത്ത് പറയാൻ പാടില്ല, എങ്കിലും ദേവരഹസ്യം പറയാം എന്ന നിലയിൽ ദേവരഹസ്യം പറഞ്ഞു. ദശരഥനും കൗസല്യയ്ക്കും പിറക്കുന്ന കുട്ടി രാവണനെ വധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് രാവണൻ എന്നെ വധിക്കുക, രാവണൻ അമരനായി നടക്കുകയല്ലേ, ആരാലും വധിക്കപ്പെടാത്ത ഒരു വ്യക്തിയായി ഇങ്ങനെ നടക്കുകയില്ല. അപ്പോൾ രാവണൻ ഇത് കേട്ട് കൗസല്യെ വധിച്ചു കളയാൻ തീരുമാനിച്ചു. കൗസല്യ ഉണ്ടെങ്കിൽ ഇത് കല്യാണം കഴിക്കത്തില്ല. അങ്ങനെ രാവണൻ കൗസല്യയെ വധിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ വിവരം മണ്ഡോദരിയോട് പറയും. ഒപ്പം ബ്രഹ്മദേവൻ അന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു. എപ്പോൾ ദശരഥൻ കൗസല്യ വിവാഹം കഴിക്കുക, അപ്പോൾ ഈ കാര്യം രാവണൻ മറക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം, നാം ഈ പറഞ്ഞ കാര്യം മറക്കുമെന്ന് പറയും. അപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. രാവണൻ വന്ന് കൗസല്യയെ വധിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചനയായി. ഇത് കേട്ട് മണ്ഡോദരി, രാവണൻ്റെ ഭാര്യ മണ്ഡോദരി പറഞ്ഞു, വളരെ നല്ല സ്വഭാവക്കാരിയും നന്മ നിറഞ്ഞതുമായ ഒരു വ്യക്തി, ഒരു സ്ത്രീ, ഒരു പാവം സ്ത്രീയെ അകാരണമായി വധിക്കുന്നത് വളരെ വലിയ പാപങ്ങൾക്ക് ഇടയാവും. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠനും സത്യസന്ധനും ധർമ്മനീതികൾ ഉറച്ച് ജീവിക്കുകയും ചെയ്യുന്ന ദശരഥൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ വധിക്കുന്നത് വളരെ അപകടമാണ്, അത് ചെയ്യരുത് എന്ന് മണ്ഡോദരി ശാഠ്യം പിടിച്ചു. പക്ഷേ രാവണൻ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്വാങ്ങാൻ രാവണന് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രാവണൻ എന്തായാലും മണ്ഡോദരി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നേരിട്ട് വധിക്കേണ്ട എന്ന് കരുതി രാവണൻ്റെ ഒരു സംഘം കിങ്കരന്മാരെ ചുമതലപ്പെടുത്തി. കൗസല്യയെ വധിക്കേണ്ട, തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവർ അവിടെ കൗസല്യയുടെ രാജ്യത്തെത്തി കൗസല്യയെ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയി ഒരു പേടകത്തിലാക്കി പുഴയിൽ ഒഴുക്കി വിട്ടു. അപ്പോൾ ദശരഥൻ ഒരു 10-18 വയസ്സുള്ള സമയമാണ്. രാജാവ് ആയി, ചക്രവർത്തിയായി ഇങ്ങനെ ഭരണം നടത്തുന്ന കാലം, 18-19 വയസ്സ് കിടക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ രാത്രികാലങ്ങളിൽ എങ്ങനെയാണ് സൈനികർ തൻ്റെ രാജ്യത്തെ ജനങ്ങളെ നോക്കുന്നത്, രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ മറ്റേ കൗസല്യയുടെ രാജ്യം. നോക്കിയപ്പോൾ അവിടെ ഒരു സംഘം ആളുകൾ ഒരു പേടകം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്, സരയൂ നദിയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഒരു സംഘം ആളുകൾ ഇങ്ങനെ പേടകം ഒഴുക്കിവിടുന്നത് കണ്ടപ്പോൾ ദശരഥൻ ദൂരെ നിന്നാണ് കാണുന്നത്. അപ്പോൾ ദശരഥൻ എന്തായത് എന്നറിയാനൊരു സംശയം തോന്നി. അപ്പോൾ ദശരഥൻ ആ പേടകത്തിൻ്റെ പിന്നാലെ നീന്തി തുടങ്ങി പിടിച്ചെടുക്കാനായിട്ട്. ആ പേടകം ഇങ്ങനെ ഒഴുകി ഗംഗയിലേക്ക് അങ്ങ് പോയി. ഗംഗയിലേക്ക് പോയപ്പോൾ ദശരഥൻ ഗംഗയിൽ എത്തി. പക്ഷേ ക്ഷീണിച്ച് അവശനായി ഒരു സൈഡിൽ കയറി കിടന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജടായു വരികയാണ്. ദശരഥൻ ഇങ്ങനെ ക്ഷീണിച്ച് വളരെ വിവശനായി ഗംഗാതീരത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ, അപ്പോൾ ഇത് ദശരഥൻ്റെ അടുത്ത് ജടായു വന്നിട്ട് ജടായു ചോദിച്ചു, എന്തു പറ്റി? അവർ സുഹൃത്തുക്കളുമാണ്. കണ്ടുടൻ ആലിംഗനം ചെയ്തു, എന്തു പറ്റി കാര്യങ്ങൾ. അപ്പോൾ ദശരഥൻ എല്ലാ കാര്യവും ജടായുവിനോട് പറഞ്ഞു. ഇങ്ങനൊരു പേടകം കണ്ടു, അത് പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ 2-3 ദിവസമായി ഞാൻ അതിൻ്റെ പിന്നാലെ നീന്തുകയാണ്, പറ്റിയില്ല, ക്ഷീണിച്ചു പോയി എന്ന് പറയും. ആ പേടകം ഒഴുക്കി. അപ്പോൾ ജടായു പറഞ്ഞു, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു ദശരഥനെ അവിടെ നിന്ന് ഒരു സുരക്ഷിതമായ ദ്വീപിലാക്കിയിട്ട് നേരെ പറന്ന് ഇങ്ങനെ ആകാശമാർഗെ പറന്ന് വളരെ താഴ്ന്ന് പറന്നില്ലായിരുന്നു നോക്കിക്കൊണ്ട് ഒരു ദ്വീപിൽ ഈ പറഞ്ഞതുപോലുള്ളൊരു പേടകം അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ജടായു അവിടെ ഇറങ്ങി ഒരു വള്ളി കൊണ്ട് വലിച്ച് ആ പേടകത്തെ കെട്ടിവെച്ചു. എന്നിട്ട് പറന്ന് വന്ന് ദശരഥനെയും എടുത്തുകൊണ്ട് നേരെ ആ ദ്വീപിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ അവിടെ നാരദൻ വന്നു. പേടകം തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് കൗസല്യ
ചിരിച്ച് സുസ്മേരവദനയായി കൗസല്യ. അപ്പോൾ കൗസല്യ കണ്ടപ്പോൾ ദശരഥൻ അന്തം വിട്ടു. എൻ്റെ കൗസല്യ അറിയാലോ, അവർ തമ്മിൽ അറിയാമല്ലോ. അപ്പം നാരദനും അവിടെ എത്തി. ഈ എന്തായാലും ഇവർക്ക് കല്യാണം കഴിയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നാണ്. നാരദൻ അപ്പം തന്നെ ഇവർ രണ്ടുപേരും കല്യാണം നടത്തിച്ചു. ദശരഥൻ്റെയും കൗസല്യയുടെയും വിവാഹം നടത്തിച്ചു. അപ്പോൾ ഈ വിവാഹം നടന്നതോടെ ഈ കാര്യം രാവണൻ മറന്നല്ല, രാവണൻ്റെ മനസ്സിൽ നിന്ന് പോയല്ലോ. വിവാഹം നടന്നു. ജടായു ഈ പേടകത്തിൽ തന്നെ ഇവർ രണ്ടുപേരെയും കൂടെ കയറ്റി നേരെ എടുത്ത് അയോധ്യയിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവരവിടെ ജീവിക്കുകയാണ്. ദശരഥനും കൗസല്യയും സന്തോഷപൂർവ്വം അവിടെ ജീവിക്കുക. അവിടെ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്ന കാലത്താണ് കൗസല്യ ഗർഭിണിയായി, പ്രസവിച്ചു. ഒരു പെൺകുട്ടിയാണ്. അപ്പം അതുപോലെ വലിയ പരിചരണമൊക്കെ കൊടുത്താണ് രാജപ്രസവം നടന്നത്. പക്ഷെ പ്രസവിച്ചപ്പോൾ ആ പെൺകുട്ടി വികലാംഗയാണ്. എന്തു ചെയ്യാൻ പറ്റും? വികലാംഗി പറഞ്ഞതുപോലെ ദുഃഖിതരായിപ്പോൾ. വികലാംഗിയായ പെൺകുട്ടിയാണ് അവിടെ പിറന്നത്, ഇപ്പോൾ അയോധ്യയിൽ പിറന്നത്. അപ്പോൾ ഈ വികലാംഗയായ പെൺകുട്ടിയെ എന്തെങ്കിലും ചെയ്യണം. അപ്പം ജ്യോതിഷികൾ പറഞ്ഞു, അയോധ്യ വിട്ടുപോയാൽ കുഞ്ഞ് എൻ്റെ ഈ അസുഖാവസ്ഥ മാറുമെന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനത്തെ സ്വന്തം മകളെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് ഈ ദശരഥൻ്റെ മറ്റൊരു അംഗരാജ്യം ലോമപാതൻ എന്ന് പറയുന്ന മറ്റൊരു രാജാവാണ്. ആ രംഗരാജ്യം. ലോമപാതനാണെങ്കിൽ മക്കളില്ലാത്തതിൻ്റെ ദുഃഖം. ഇവർ വീട്ടിൽ കൊട്ടാരത്തിൽ ദശരഥനും കൗസല്യം തമ്മിൽ ആലോചിച്ചു, നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവിയാണ് പ്രധാനം. ഇങ്ങനെ അസുഖബാധയായി ഇവിടെ ഇരിക്കുന്നതിനേക്കാളും അസുഖമില്ലാത്ത നിലയിൽ ആ കുഞ്ഞ് ജീവിക്കുന്നതല്ലേ നല്ലത്. നമുക്കിതിന് ലോമപാതന് ദത്ത് കൊടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചു. ഈ കൊട്ടാരങ്ങളിൽ ദത്തെടുക്കാറുണ്ടല്ലോ, അങ്ങനെ ദത്ത് കൊടുത്താലോ. അപ്പോൾ ലോമപാതനോട് ഇക്കാര്യം സംസാരിച്ച് ലോമപാതനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. തനിക്ക് മക്കളൊന്നുമില്ല, തനിക്കൊരു പുത്രിയെ കിട്ടുകയാണ്. അങ്ങനെ ലോമപാതന് ശാന്തയെ കൊടുക്കാൻ തീരുമാനിച്ചു. ശാന്തയെ കൊടുത്ത് അയോധ്യ വിട്ട ഉടൻ തന്നെ ഇതിൻ്റെ ശാരീരിക ദൗർബല്യങ്ങളെല്ലാം മാറി. ശാന്ത വളരെ സുന്ദരിയും കാര്യക്ഷമതയുള്ള ഒരു കുഞ്ഞായി മാറി. അങ്ങനെ ലോമപാതൻ അവിടെ ഇങ്ങനെ ശാന്തയെ വളർത്തി അങ്ങനെ ജീവിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ്. ദശരഥന് മറ്റ് 2 ഭാര്യമാർ കൂടെ ഉണ്ട്. ഒന്ന് കൈകേയി, വേറൊന്ന് സുമിത്ര. ആദ്യ ഭാര്യയാണ് കൗസല്യ. കൈകേയി ആണെങ്കിൽ ആയോധന കലകളിലും മറ്റ് ഭരണപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അവർ ആയോധന കലകളിൽ വളരെ മിടുക്കിയായ ഒരാളാണ്. അങ്ങനെ കൈകേയിയുമായി ഒരു യുദ്ധത്തിന് പോകേണ്ടുന്ന അവസ്ഥ ദശരഥനുണ്ടായി. അതും ഇതുപോലെ തന്നെ ദേവലോകത്ത് ദേവേന്ദ്രൻ ആക്രമിക്കപ്പെടുകയാണ്. മറ്റൊരു അസുരനുമായി ധിമധ്വജൻ എന്ന് പറയുന്ന ഒരു അസുരൻ ആക്രമിച്ചു ദേവേന്ദ്രൻ. അപ്പം ദേവേന്ദ്രനെ സഹായിക്കുവാനായി അവിടെ കൈകേയിയുമൊത്ത് ദശരഥൻ എത്തുകയാണ്. യുദ്ധത്തിനിടയിൽ ഈ രഥത്തിൻ്റെ ഈ ചാവി ഊരിപ്പോവുകയാണ്. ഇത് കണ്ട കൈകേയി ഉടൻ തന്നെ തൻ്റെ വിരലെടുത്ത് അതിനകത്തിട്ടു. യുദ്ധം കഴിഞ്ഞപ്പോൾ ആണ് ഈ സംഭവം ദശരഥൻ അറിയുന്നത്. ഇതെങ്ങനെ കൈകേയി കഴിഞ്ഞു എന്ന് കേട്ടാൽ, കേകയ രാജ്യത്ത് ദുർവാസാവ് മഹർഷി ഒരിക്കൽ എത്തിയപ്പോൾ കുട്ടിയായിരുന്ന കൈകേയി ദുർവാസാവിനെ വളരെ സ്നേഹപൂർവ്വം പരിചരിച്ചതുകൊണ്ട് ദുർവാസാവ് ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു, വജ്രാഹൂതി എന്ന്.
നിനക്ക് ആവശ്യമുള്ള സമയത്ത് നിൻ്റെ കരങ്ങളിലെ ഓരോ വിരലുകളും വജ്രത്തിൻ്റെ കരുത്തുള്ളതായി മാറും എന്ന് പറഞ്ഞു. അപ്പോൾ വജ്രത്തിൻ്റെ കരുത്തുള്ളതായി മാറും. അപ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടാണ് കൈകേയി ആ വിരലിട്ട് ആ രഥത്തിൻ്റെ അപകടത്തിൽ നിന്ന് ദശരഥനെ രക്ഷിച്ചത്. അപ്പോൾ ഇതിൽ ദശരഥൻ വളരെ സന്തുഷ്ടനായി. ഇങ്ങനെ രക്ഷിച്ചു ധിമധ്വജൻ്റെ മുന്നിൽ പരാജയപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. കൊല്ലപ്പെടുന്നതിനേക്കാളും വളരെ മാനക്കേടെന്ന് പറയുന്നത് സൂര്യവംശ രാജാവായ ചക്രവർത്തിയായ ദശരഥൻ ധിമധ്വജൻ എന്ന് പറയുന്ന ഒരു അസുര ചക്രവർത്തിയുടെ മുന്നിൽ പരാജയപ്പെടുക എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷിച്ച കൈകേയിയോട് ദശരഥന് വല്ലാത്ത കടപ്പാടുണ്ടായി. ദശരഥൻ ചോദിച്ചു, പ്രിയേ നിനക്കെന്ത് വേണം? 2 വരങ്ങൾ ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൈകേയി പറഞ്ഞു, അത് ഞാൻ എപ്പോഴെങ്കിലും പറയാം, ഇതിൽ ഞാൻ സന്തുഷ്ടയാണ്, എപ്പോഴെങ്കിലും പറയാം. അങ്ങനൊരു സംഭവം ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരിങ്ങനെ സന്തോഷപൂർവ്വം കഴിയുകയാണ്, ദശരഥനും കൗസല്യയും കൈകേയിയും സുമിത്രയും ഒക്കെ. സുമിത്രയാണെങ്കിൽ നീതികാര്യങ്ങളിൽ ഒക്കെ തന്നെ വളരെ വലിയ പ്രാവീണ്യമുള്ള കാശി രാജാവിൻ്റെ പുത്രിയാണ്. വളരെ മിടുക്കിയായ നിപുണയായ ഒരു വ്യക്തിയാണ് സുമിത്ര. അങ്ങനെ 3 പേരും വ്യത്യസ്തങ്ങളായ നിലകളിൽ മികവുറ്റ ആളുകളാണ്. അപ്പം ദശരഥന് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖവുമായി മുന്നോട്ട് പോവുകയാണ്. പുത്രിയെ ഉണ്ടായി, പുത്രിക്ക് വികലാംഗത്വം ഉണ്ടായതുകൊണ്ട് പുത്രിയെ ദാനം ചെയ്ത് ഇപ്പോൾ പുത്രി ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഇത് പുത്രിയെ ദാനം ചെയ്യുമ്പോൾ അറിയാതെയാണെങ്കിലും ദശരഥൻ്റെ നാവിൽ നിന്ന് ഒരു വർത്തമാനം വന്നു, നമുക്ക് ഒരു പുത്രൻ ലഭിക്കുമായിരിക്കുമല്ലേ, ഇതിനോട് ദൈവം ഈശ്വരൻ കരുണ കാണിക്കാതിരിക്കില്ല, പുത്രൻ ലഭിക്കുമായിരിക്കുമല്ലേ എന്ന്. അപ്പോൾ കൈകേയി പറഞ്ഞു, ഉറപ്പായിട്ട് അങ്ങനെ സംഭവിക്കും. കൈകേയിയും പറഞ്ഞു, കൗസല്യയും പറഞ്ഞു, ഉറപ്പായിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു ഇവരുടെ ഗുരു എന്ന് പറയുന്ന വസിഷ്ഠമുനിയാണ്. വസിഷ്ഠമുനി ഇത് കേട്ടപ്പോൾ ഇങ്ങനെ പുത്രിയെ ദാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പുത്രഭാഗ്യമുണ്ടാകുമെന്നുള്ള വിശ്വാസം ദശരഥൻ പുലർത്തിയപ്പോൾ ത്രികാലജ്ഞാനിയായ വസിഷ്ഠമുനിക്കറിയാം അവിടെ പുതിയൊരു അവതാരപ്പിറവി ഉണ്ടാകാൻ പോവുകയാണെന്ന്. വസിഷ്ഠമുനി പറഞ്ഞു, നിശ്ചയമായും പുത്രഭാഗ്യം ഉണ്ടാകും, അതിന് യാഗം നടത്തണം, പുത്രകാമേഷ്ടി യാഗം നടത്തണം. ആ പുത്രകാമേഷ്ടി യാഗം സാധാരണ ആരും ചെയ്താലാവില്ല. ആ യാഗം നയിക്കുവാൻ മഹാഋഷിയായ ഋഷിശൃംഗൻ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഋഷിശൃംഗനെ കണ്ടെത്തുവാനും കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് പിന്നീടുണ്ടായത്.